ഇസ്രയേലിൽ ഫലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചെന്ന് യമൻ. ഇസ്രയേൽ പ്രദേശങ്ങളായ ബെർഷേബ, ഉമ്മൽ റഷ്റാഷ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയതായി യമൻ സായുധ സേനാ വക്താവ് അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് അധിനിവേശ ഇസ്രയേൽ പ്രദേശമായ ബെർഷേബ മേഖലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതെന്ന് യമൻ സായുധ സേന പ്രഖ്യാപിച്ചു. 3 ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ ഏകോപിത ആക്രമണത്തിന്റെ ഭാഗമായിരുന്നു മിസൈൽ ആക്രമണമെന്നും സായുധ സേനാ മേധാവി യഹ്യ സാരി പറഞ്ഞു. യമൻ സൈനിക വക്താവ് ജനറൽ യഹ്യ സാരി പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഇസ്രയേലിന്റെ സെൻസിറ്റീവ് പ്രദേശങ്ങളെയാണ് യമൻ ലക്ഷ്യമിട്ടത്. ആക്രമണ ലക്ഷ്യം കൃത്യതയോടെ നേടിയെടുത്തതായും യഹ്യ സാരി പറഞ്ഞു. മിസൈൽ വിക്ഷേപണത്തിന് പുറമെ ഹൈഫയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഉമ്മുൽ റഷ്റാഷ്, അസ്കലാൻ, ഖൊദൈറ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട യമൻ വ്യോമസേന 3 വ്യത്യസ്ത ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായും യഹ്യ സാരി സ്ഥിരീകരിച്ചു. ഗാസയിലെ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കാനും വർദ്ധിച്ചുവരുന്ന മാനുഷിക ദുരന്തത്തിന് കാരണമായ ഉപരോധം പിൻവലിക്കാനും സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള തുടർച്ചയായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ആക്രമണങ്ങൾ എന്നാണ് പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത്. ഗാസയിലെ ആക്രമണം അവസാനിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കില്ലെന്നും യമൻ സായുധ സേന പ്രഖ്യാപിച്ചു. ഫലസ്തീൻ രാഷ്ട്രത്തോടൊപ്പമുള്ള യമന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് കൂടുതൽ തീവ്രമായ നടപടികൾ പരിഗണിക്കുന്നുണ്ടെന്ന് ബ്രിഗേഡിയർ ജനറൽ മുന്നറിയിപ്പ് നൽകി. അനന്തരഫലങ്ങൾ എന്തുതന്നെയായാലും അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിലെ ഞങ്ങളുടെ ഉറച്ച നിലപാടിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ആക്രമണത്തെ സംബന്ധിച്ച ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ഇസ്രയേൽ വ്യോമാക്രമണത്തിലും വെടിവയ്പിലും ഗാസയിൽ 25 പേർ കൊല്ലപ്പെട്ടു. ഭക്ഷണ സാമഗ്രികളുമായി വരുന്ന ട്രക്ക് കാത്തുനിന്നവർക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത്. മൃതദേഹങ്ങൾ അൽ-ഷിഫ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ സൈന്യം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇവിടെ ഏതാനും ദിവസം മുൻപ് വെടിവയ്പിൽ 85 പേർ കൊല്ലപ്പെട്ടിരുന്നു. വ്യോമാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. സമാധാന ചർച്ചകളിൽ ഹമാസ് താൽപര്യം കാണിക്കുന്നില്ല എന്നാരോപിച്ച ഇസ്രയേലും യുഎസും പ്രതിനിധികളെ തിരിച്ചു വിളിച്ചതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ബാക്കിയുള്ളവരെ തിരിച്ചെത്തിക്കാനും ഗാസയിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും മറ്റു മാർഗങ്ങൾ പരിഗണിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നു. അതേസമയം സമാധാന ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്നും ഇസ്രയേലും യുഎസും പ്രതിനിധികളെ തിരിച്ചു വിളിച്ചത് സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണെന്നും ഹമാസ് പറഞ്ഞു. സമാധാന ചർച്ച പുനരാരംഭിക്കുമെന്ന് യുഎസിനൊപ്പം ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്തും ഖത്തറും അറിയിച്ചു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 1 ലക്ഷത്തോളം പേർക്ക് അടിയന്തരമായി സഹായം എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് യുഎൻ പറയുന്നു. ഭക്ഷണം എത്തിക്കുന്നതിന് ഇസ്രയേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നതെന്നും യുഎൻ ആരോപിച്ചിട്ടുണ്ട്. ഭക്ഷണവുമായി എത്തുന്ന ട്രക്കുകൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ടെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ 250 ട്രക്കുകൾ എത്തിയിട്ടുണ്ട് എന്നുമാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.